നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ 2 പ്രോഡക്റ്റുകൾ നിങ്ങളെ കാണിക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ വാങ്ങിക്കുവാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരാകാം. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഏത് പ്രോഡക്റ്റാണ് എന്നൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇത് ഡിജിമോർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സൗണ്ട് കാർഡാണ്. ഇതേപോലെ തന്നെ V8 എന്ന് പറഞ്ഞിട്ട് ധാരാളം സൗണ്ട് കാർഡുകൾ നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. 1250 രൂപ മുതൽ വലിയ വിലകൾ വരുന്ന സൗണ്ട് കാർഡുകൾ വരെ ഇന്ന് ലഭ്യമാണ്. ഇനിയും അടുത്ത പ്രോഡക്റ്റ് ഇതാണ്. ഇതൊരു 4 ചാനൽ മിക്സറാണ്. ഇതേപോലത്തെ 4 ചാനൽ മിക്സറുകൾ ഇതേ ക്വാളിറ്റിയിലും ഇതിലും മികച്ച ക്വാളിറ്റിയിലും ഉള്ളത് തന്നെ ഓൺലൈനിലും ഓഫ്ലൈനിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ 2 പ്രോഡക്റ്റുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇതിലേത് വാങ്ങിക്കണമെന്ന് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിലേത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ നമ്മളിപ്പോൾ തീർത്തു തരാം. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ 2 സാധനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്കൊരു ലൈവ് പരിപാടിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു ചെറിയ ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇത് അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത് നമുക്ക് ഫേസ്ബുക്ക്, യൂട്യൂബ്, ടിക്ടോക്ക് അങ്ങനെയുള്ള ലൈവ് പരിപാടിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇതും അത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നൊരു സാധനമാണ്. ഇതിനെക്കാട്ടി എന്തുകൊണ്ടും ബെറ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു സാധനമാണ് ഇത്. ഇനി ഇതിനകത്ത് എന്തൊക്കെ കൺട്രോൾസാണ് വരുന്നത്, എന്തൊക്കെ കണക്ടിവിറ്റികളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മിക്സറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു 4 ചാനൽ മിക്സറാണ്. ഇവിടെ നമുക്ക് 2 XLR ഇൻപുട്ടുകൾ കൊടുക്കാം. ഇതൊരു കോംബോ ജാക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് XLRും കൊടുക്കാം, അതുപോലെ ഫോണോ കണക്ടിവിറ്റി നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ഇവിടെ ഒരു RC ഇൻപുട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് CD ന്നോ DVD പ്ലെയറിൽ നിന്നോ മൊബൈൽ ഫോണിൽ നിന്നോ ഒക്കെ നമുക്ക് ഇവിടോട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ സ്വിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് താഴോട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ചും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 2 ചാനലും ഇൻഡിവിജ്വൽ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 3ഉം 4 ചാനലിന് ഒന്നുകിൽ മൂന്നാമത്തെ ചാനലായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യുന്ന സാധനം ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പെൻ ഡ്രൈവും ബ്ലൂടൂത്തും അതിൻ്റെ കൺട്രോളായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു റിപ്പീറ്റിൻ്റെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എഫക്റ്റിന് ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ഫോൺ ഔട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇപ്പോൾ ഹെഡ്ഫോൺ ഔട്ട് എടുക്കാം, അതിനിവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എഫക്ട്സിന് ഒരു മാസ്റ്റർ നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീരിയോ നോബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഇതിൻ്റെ വോളിയം കൺട്രോൾ. ഇതിന് സാധാരണ മിക്സറുകൾ വരുന്ന കണക്ക് ഫെയ്ഡറിൽ ഇങ്ങനെ തള്ളുന്ന സാധനം ഇതിനില്ല. ഇവിടുത്തെ എല്ലാം നോബുകളാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത്, ഇവിടെ ഗെയിൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതേപോലെ ഹൈയും മിഡും കൺട്രോൾ ചെയ്യാം. ഓരോ ചാനലും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എഫക്ട്സുകൾ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഇവിടെ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ കണക്ടിവിറ്റികൾ വരുന്നത്, ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വോൾട്ട് 1 ആംപിയറിൻ്റെ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ 2 മൊബൈലുകൾ നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മോണിറ്റർ നമുക്ക് ഔട്ട് എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് സ്പീക്കറുകളിലേക്ക് ഔട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. 2 കണ്ടൻസർ മൈക്കുകൾ നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഇതേപോലത്തെ പിന്നുകൾ മാത്രമായിരിക്കും നമുക്ക് അവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രബിൾ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ബേസ് കൺട്രോൾ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ട്രാക്കിൻ്റെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന ഫയലിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതേപോലെ ഈ ഏറ്റവും അറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോണിറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഔട്ട് എടുക്കുന്ന സ്പീക്കറിലേക്കുള്ള കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. അതേപോലെ ഇവിടെ ഒരു എക്കോ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു നോബുണ്ട്. അതേപോലെ ഇവിടെ മൈക്കിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു നോബുണ്ട്. ഇതൊരു പവർ സ്വിച്ചാണ്. ഇത് ഓണാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഈ സൗണ്ട് കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രീസെറ്റുകളാണ്. നമ്മൾ ഈ സ്വിച്ചുകൾ അമർത്തി കഴിഞ്ഞാൽ ഈ പ്രീസെറ്റിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ സൗണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞെക്കി നമുക്ക് ആ സൗണ്ട് ഇതിൽ കേൾപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ. ഇവിടെ ഈ ട്രബിളും ബാസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എക്കോ ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് നമുക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഇതിൽ നിന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ സാധനത്തിന് ഏകദേശം 3800 രൂപ വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ തന്നെ 1200 രൂപ വിലയുള്ള സാധനം, 1250 രൂപയൊക്കെ വിലയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും വിലയുള്ള ഇത് ഡിജിമോർ എന്ന് പറയുന്ന കമ്പനിയുടെ സാധനമാണ്. ഇതിൽ നിന്ന് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ 1250 രൂപയുടെ സാധനത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതുണ്ടോ? ഇനി ഇത് നോക്കുക.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് എഫക്ട്സ് ഒക്കെ നല്ല ഇഷ്ടത്തിന് നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ്. ഇത് ഒരു സ്വകാര്യ ഉപയോഗത്തിന് ഉപയോഗിക്കാമെന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്വകാര്യമായിട്ട് വീട്ടിലും ഉപയോഗിക്കാം. അതേപോലെ ചെറിയ ഫംഗ്ഷന് കൊണ്ടുവച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 2 സാധനത്തിൽ ഒരേ ട്രാക്ക് പ്ലേ ചെയ്തുകൊണ്ട് ഒരേ പാട്ട് തന്നെ പാടി ഞാൻ കേൾപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്ന്. ഇതിപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഇതിൽ ഞാനൊരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടൻസർ മൈക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് ഒരു ഔട്ട് എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മോണിറ്റർ ഔട്ട് എടുത്തിട്ട് ഞാൻ ഡൈനാടെക്കിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് കേൾക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിലൊന്ന് പാട്ട് പാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാനിതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സർ കണക്ട് ചെയ്തിട്ടൊന്ന് റെക്കോർഡ് ചെയ്യാം. ഇതും കൂടെ റെക്കോർഡ് ചെയ്തിട്ട് ഈ 2 ഫയലും ഞാൻ ഒരുമിച്ച് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ആദ്യം നമ്മുടെ സൗണ്ട് കാർഡിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ഫയലും അതിനുശേഷം മിക്സറിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ഫയലും കേൾപ്പിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും വ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൽ ലോലത്തന്തു. നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൽ ലോലത്തന്തു. ഇപ്പോൾ നിങ്ങൾ കേട്ടത് സൗണ്ട് കാർഡിൽ റെക്കോർഡ് ചെയ്ത ഫയലാണ്. ഇനി ഞാൻ മിക്സറിൽ റെക്കോർഡ് ചെയ്ത ഫയൽ കേൾപ്പിക്കാം. നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൽ ലോലതന്തു. നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൽ ലോലതന്തു. ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തിട്ടുള്ള 2 ഫയലും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും രണ്ടും തമ്മിലുള്ള റെക്കോർഡിംഗ് ക്വാളിറ്റിയിൽ എന്തും വേണ്ടും വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഇതിലേതാണ് വാങ്ങേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യത്തില്ല. ഇത് വാങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് പിന്നീടുള്ള കാലത്ത് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം ഇതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് മാറ്റി ഇത് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് തന്നെ മേടിക്കണമെന്നൊന്നുമില്ല. ഇതേപോലെ 4 ചാനൽ വരുന്ന ധാരാളം കമ്പനികളുടെ ധാരാളം മിക്സറുകളുണ്ട്. അതിലേതെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. ഇതേപോലെ 2-3 മോഡൽ മിക്സറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ഇന്ന് നിങ്ങൾ ഈ മിക്സർ പർച്ചേസ് ചെയ്യുമ്പോൾ 1 മാസത്തെ സപ്പോർട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തരും. നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളിത് കണക്ട് ചെയ്ത് ഉപയോഗിച്ച് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ നമ്മൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ പ്രശ്നമോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമ്മൾ പരിഹരിച്ച് തരും. വേറെ എവിടെ നിന്നെങ്കിലുമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി അവരുമായിട്ടുള്ള ബന്ധം കഴിയുന്നു. പക്ഷേ നമ്മളങ്ങനെയല്ല. നമ്മുടെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താവശ്യത്തിനാണോ വാങ്ങിച്ചത് ആ ആവശ്യം നിറവേറുന്നത് വരെ നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ മിക്സർ വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.